തൃശ്ശൂരിൽ ഫോം റെയിൻ അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് ഈ പദമഴ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്. 24 ബ്രേക്കിംഗ്. ആദ്യം ചില ദൃശ്യങ്ങൾ കാണാം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് കാണുമ്പോൾ ആളുകൾക്ക് ചിലപ്പോഴൊരു ആശങ്കയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധാരണ പതിവില്ലാത്തൊരു കാഴ്ച, അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഇതൊരു സാധാരണയായി ഒരു പ്രത്യേക കാലാവസ്ഥയിൽ രൂപപ്പെടുന്ന ഒന്ന് എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല. എന്താണ് സൂരജ് സജീവ വിവരങ്ങൾ? തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒന്നും തന്നെ ഇല്ല. ഒരു പ്രത്യേക കാലാവസ്ഥയിൽ രൂപപ്പെടുന്നതാണ് ഈ പദമഴ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് ഇപ്പോൾ ഈ അപൂർവ കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ വൈകുന്നേരത്തോടു കൂടി നല്ല മഴ പെയ്തിരുന്നു. ഇതിനിടയിലാണ് അമ്മാടം കോടന്നൂർ മേഖലകളിൽ ഈ ഫോം റെയിൻ, അതായത് പദമഴ രൂപപ്പെട്ടത്. അതായത് കാലാവസ്ഥാ നിരീക്ഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രണ്ട് സാധ്യതകളാണ് ഇത്തരത്തിൽ ഈ ഫോം റെയിൻ രൂപപ്പെടാനുള്ള ഇടയാക്കിയ കാര്യം അവർ പറയുന്നത്. ഒന്നുകിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മരങ്ങളുടെ മുകളിൽ, പ്രത്യേക മരങ്ങളുടെ മുകളിൽ ഇത് പതിക്കുന്ന സമയത്ത് ഈ മരങ്ങളിൽ നിന്ന് ഒരു സോപ്പിന്റെ അംശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഈ വെള്ളവും ആ സോപ്പിന്റെ അംശവും ചേരുന്ന സമയത്ത് അത് പ്രത്യേക തരത്തിൽ ഈ പതയായി രൂപമാറ്റം സംഭവിക്കുകയും അത് പിന്നീട് ഈ കാറ്റിനൊപ്പം എത്തുകയും ചെയ്യുന്നതാണ് ഒരു രീതി. രണ്ടാമത്തേതായി പറയുന്നത്, ഏതെങ്കിലും ഒരു ഫാക്ടറിയോ മറ്റേതെങ്കിലും ഒരു മലിനമായ ഒരു സാഹചര്യമോ ഉണ്ടെങ്കിൽ അവിടെയും ഈ വായുവും മഴയും ചേരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പദമഴ രൂപപ്പെടാം എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളാണ് ഇതിൽ കൽപ്പിക്കുന്നത്. ഈ മേഖലകളിൽ സ്വാഭാവികമായി ഈ മരത്തിൽ നിന്നായിരിക്കാം ഇത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. എന്തായാലും അപൂർവ കാഴ്ചയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു അപൂർവ കാഴ്ചയാണ് ഇപ്പോൾ ഈ അമ്മാടം കോടന്നൂർ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.